വെൽക്കം എവരി വൺ, വെൽക്കം ബാക്ക് ടു സെക്രട്ടറിയൽ സ്കോളർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്നോട്ട് നമ്മുടെ കമ്പനിയിലെ ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇനീഷ്യലി ആദ്യമേ പറയാനുള്ളത്, നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നമുക്ക് അറിയാമായിരിക്കും. നമ്മൾ ബി.കോമിൽ പഠിച്ചതാണെങ്കിലും നമ്മൾ +2 ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് ഓൾറെഡി നമുക്ക് കുറച്ച് ഐഡിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ചില ജനറൽ കൺസെപ്റ്റുകളൊക്കെ നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ മാറ്റി വെച്ചിട്ട് വേണം കമ്പനിയിലോ നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. വേറെ നമ്മളല്ല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു, എനിക്കൊരു കമ്പനി ഉണ്ട്, എനിക്കിപ്പോൾ കമ്പനിക്ക് GST രജിസ്ട്രേഷൻ ഒന്ന് എടുക്കണമായിരുന്നു എന്ന് പറയാം. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു, ഓക്കെ കമ്പനി ഏതാണ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണോ അതോ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അയ്യോ അല്ല, ഇതൊരു പ്രൊപ്രൈറ്റർഷിപ്പ് കൺസേൺ ആണ് എന്ന് പറഞ്ഞു. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി എന്നൊരു ഡെഫിനേഷനകത്ത് പ്രൊപ്രൈറ്റർഷിപ്പ് കൺസേൺ ഉൾപ്പെടുത്തില്ല, പാർട്ട്ണർഷിപ്പ് ഉൾപ്പെടുത്തില്ല, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പും ഉൾപ്പെടുത്തില്ല. നമ്മൾ ചെറുപ്പത്തിലെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അതായത് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ്, ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് എ റൈറ്റ് തിങ് ടു സേ. പക്ഷെ അതിനകത്ത് ഒപ്പം തന്നെ നമ്മൾ വായിക്കാറുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് കമ്പനിക്ക് പല സ്ട്രക്ചേഴ്സ് ഉണ്ടാവാം, പ്രൊപ്രൈറ്റർഷിപ്പ് കൺസേൺ ആവാം, പാർട്ണർഷിപ്പ് കൺസേൺ ആവാം. പക്ഷെ ആ ഒരു ഐഡിയോളജി കാര്യങ്ങളെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ടാണ് കമ്പനീസ് ആക്ടിലേക്ക് വരാനായിട്ട്. കമ്പനീസ് ആക്ടിൽ നമ്മൾ പഠിക്കുക നിയമപ്രകാരമുള്ള ഡെഫിനേഷൻസ് ആയിരിക്കും. കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി എന്ന് വെച്ചാൽ എന്താണ്? കമ്പനി എന്ന് വെച്ചാൽ കമ്പനീസ് ആക്ടിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു കമ്പനീനെയാണ് കമ്പനി എന്ന് പറയാൻ പറ്റുള്ളൂ. അത് നമുക്ക് 3 തരത്തിലാവാം. അത് ഒന്നില്ലെങ്കിൽ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആവാം, കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആകാം, ഇല്ലെങ്കിൽ അൺലിമിറ്റഡ് കമ്പനി ആവാം. അപ്പോൾ കമ്പനീനെ വേറിട്ട് നിർത്തുന്നത് എന്താണ്? ആക്ച്വലി ബാക്കിയുള്ള ഒരു ബിസിനസ് സ്ട്രക്ചേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ കമ്പനീനെ വേറിട്ട് നിർത്തുന്നത് ഒരേ ഒരു കാര്യമാണ്. എന്താണ്? ലിമിറ്റഡ് ലയബിലിറ്റി ആണോ? അല്ല. കാരണം അൺലിമിറ്റഡ് കമ്പനി എന്നുള്ള കൺസെപ്റ്റും കൂടി കമ്പനീസ് ആക്ടിനകത്ത് ഉണ്ട്. അത് വേറെ ചെറിയൊരു കൺസെപ്റ്റാണ്, അതിലേക്ക് നമുക്ക് വരാം. ആകെ ഒരു കാര്യമുള്ളൂ, അതായത് കമ്പനീസ് ആക്ടിന് കീഴിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം എന്നത് മാത്രമാണ്. ഓക്കെ, ഇതുപോലെ ഒരുപാട് കുറേ കൺസെപ്റ്റുകൾ നമ്മൾ നിയമപ്രകാരം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ പേഴ്സണിൻ്റെ ഡെഫിനേഷൻ എനിക്ക് തോന്നുന്നു, നമ്മൾ പേഴ്സൺ എന്ന് പറയുമ്പോൾ ആരെയൊക്കെ ഒരു ഇൻഡിവിജ്വലിനെ മാത്രമല്ല, ഡെഫിനറ്റ്ലി ഒരു രജിസ്റ്റേർഡ് എൻറ്റിറ്റിനെയും നമ്മൾ പേഴ്സൺ എന്ന ഡെഫിനേഷനിൽ കണക്കാക്കും എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണെങ്കിൽ ഒരു പക്ഷേ ആ ഒരു ഏരിയനൊക്കെ പറ്റി ഒരു സാമാന്യം ധാരണ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കഷൻ്റെ സമയത്ത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. എല്ലാം ബേസും ക്ലിയർ ആക്കിയിട്ട് ഒരു ക്ലാസ് തുടങ്ങുക അതിനുള്ള ഇമ്പോസിബിൾ ആയതുകൊണ്ട് നമ്മൾ പോകെ ഓരോ സെക്ഷൻസും കവർ ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ കാണുന്ന കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള, ഇല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാൻ ആവശ്യമുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോകുന്നതായിരിക്കും. എനിവേ, നമ്മളിപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 3 തൊട്ടിട്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കമ്പനീസ് ആക്ടിനകത്ത് നമുക്ക് ആദ്യം തന്നെ കമ്പനീസ് ആക്ട് ഉണ്ട്. കമ്പനീസ് ആക്ടിന് കീഴിൽ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ റൂൾസ് ഇറക്കാൻ പറ്റും. ഈ റൂൾസ് ഇറക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ സർക്കുലേഴ്സ് ഇറക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെയുള്ള പ്രൊവിഷൻസ്, എന്തിനൊക്കെയുള്ള പ്രൊവിഷൻസ്? ഈ നിയമത്തിന് കീഴെ നിയമത്തിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ഒരു പ്രൊസീജിയർ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് റൂൾസ് ഇറക്കാനായിട്ടും അതുപോലെ നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ സർക്കുലർ ഇറക്കാനായിട്ടുമുള്ള പ്രൊവിഷൻസ്, അതിനുള്ള ഒരു അനുമതി നിയമത്തിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ടാകും. നിങ്ങളോട് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും, എൻ്റെ എല്ലാ ഫ്രണ്ട്സിനോടും സജസ്റ്റ് ചെയ്യാറുള്ള കാര്യം തന്നെയാണ്, MMJCയിൽ ഒരു ആപ്പ് ഉണ്ട്. ഞാൻ പ്രൊമോട്ട് ചെയ്യാനൊന്നും ആയിട്ടുമില്ല. പക്ഷേ നമുക്ക് നമ്മളുടെ ഈ ഒരു ജേർണിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു ആപ്പാണ് അത്. MMJCയിൽ ഒരു കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആ ആപ്പിനകത്ത് നമുക്ക് സെക്ഷൻസ് പ്രോപ്പറായിട്ട് ലേറ്റസ്റ്റ് അമെൻമെൻറ്റ്സ് ഉൾപ്പെടെ അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് അമെൻഡഡ് വേർഷൻ ആയിരിക്കും നിങ്ങൾക്ക് അതിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ ആപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സെക്ഷൻ വൈസ് പഠിക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ഈ ക്ലാസ് മുമ്പോട്ട് പോകുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ആ ആപ്പ് എടുത്ത് ആ ആപ്പ് വെച്ച് തന്നെ മുമ്പോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ ടെക്സ്റ്റിനകത്തും സെയിം സംഭവങ്ങൾ തന്നെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഒരു പക്ഷേ ടെക്സ്റ്റിനേക്കാളും കുറച്ചും കൂടി അപ്ഡേറ്റഡ് വേർഷൻ ആയിരിക്കും. ഇപ്പോൾ ടെക്സ്റ്റിനകത്ത് എനിക്ക് തോന്നുന്നു ഓൾറെഡി പ്രിൻറ്റഡ് വേർഷൻ നിങ്ങളുടെ വീട്ടിലെത്തിക്കാണും. ഈ ഒരു ടൈം പീരീഡിൽ വരുന്ന അമെൻമെൻറ്റ്സ് ചിലപ്പോൾ അതിനകത്ത് കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല, ഡെഫിനറ്റ്ലി കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അമെൻമെൻറ്റ്സ് വരികയാണെങ്കിൽ നമുക്ക് ഈ ആപ്പിനകത്ത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആവും. അപ്പോൾ നമുക്ക് ആ ലേറ്റസ്റ്റ് സംഭവം പഠിച്ച് പോകാൻ പറ്റും.
ഓക്കെ, അപ്പോൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ എന്താണ് പറഞ്ഞു തന്നെ, ഞാൻ പറഞ്ഞു വന്നത് ആക്ട്, റൂൾസ്, നോട്ടിഫിക്കേഷൻസ് ആൻഡ് സർക്കുലേഴ്സ്. അതായത് നമ്മൾ ഈ ആക്ട് വായിക്കുമ്പോൾ, ഇപ്പോൾ MMJCയുടെ ആപ്പ് എടുത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, നിങ്ങൾ ആ നിയമം ഇങ്ങനെ വായിച്ച് പോകുമ്പോഴത്തേക്കും ചില ഏരിയാസിൽ വന്നിട്ട് അസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞു വരും. അതായത് ആ ഒരു സംഭവത്തിൻ്റെ എൻഡിലോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും അസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അതായത് എവിടെയെങ്കിലും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇല്ലെങ്കിൽ അസ് മേ ബി സ്പെസിഫൈഡ് എന്നോ ഇല്ലെങ്കിൽ അസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്നാണ് മെയിൻലി ആ വാക്ക് യൂസ് ചെയ്യാറുള്ളത്. ഈ പ്രിസ്ക്രൈബ്ഡ് എന്താണെന്ന് നോക്കുമ്പോൾ എല്ലായിടത്തും ഈ പ്രിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാവില്ല. സിമ്പിൾ എക്സാമ്പിൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ, നമുക്കിപ്പോൾ MMJCയുടെ ആപ്പ് എല്ലാവരും എടുക്കുകയാണെങ്കിൽ, ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ റെഗുലേഷൻ 3 ഞാൻ പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്ഷൻ 3 സെക്ഷൻ 3 ഒരു സെക്കൻഡ് പ്രൊവിസോ ഇല്ലെങ്കിൽ വേണ്ട ഫസ്റ്റ് പ്രൊവിസോ എന്ന് പറയുമ്പോഴത്തേക്കും സെക്ഷൻ 3 സബ്സെക്ഷൻ 1 നമ്മൾ താഴേക്ക് വരുമ്പോൾ ക്ലോസ് C കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും പ്രൊവൈഡഡ് ദാറ്റ് മെമ്മോറാണ്ടം ഓഫ് 1% കമ്പനി എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അവിടെ ഒന്ന് പറയുന്നുണ്ട്, അതായത് it shall indicate the name of other person with his prior consent in the prescribed form. പ്രിസ്ക്രൈബ്ഡ് ഫോം എന്നാണ് പറഞ്ഞേക്കുന്നത്. ആക്ച്വൽ ഫോം ഏതാണ്, എങ്ങനെയാണ് ആ ഒരു നോമിനിയുടെ പേര് നമ്മൾ നോമിനേറ്റ് ചെയ്യേണ്ട ഒരു വ്യക്തിയെ എന്ന് അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം എന്ന് മാത്രമാണ് കാണിച്ചിട്ടുള്ളൂ. ഈ പ്രിസ്ക്രൈബ്ഡ് ഫോം എവിടെയാണ് പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്നത്? അത് റൂൾസിലാണ് പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ചില ഏരിയാസ് വരുമ്പോൾ ഇതുപോലെ പ്രിസ്ക്രൈബ്ഡ് എന്ന് മാത്രം കാണും. ചിലപ്പോൾ ഗവൺമെൻറ് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ ആ ഒരു റൂള് ചിലപ്പോൾ ഇറക്കിയിട്ടുണ്ടാവില്ല. ഭാവിയിൽ എപ്പോഴെങ്കിലും ഇറക്കാൻ വേണ്ടിയിട്ടാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ആദ്യം നിയമം ഇറക്കുമ്പോൾ ഒരു പക്ഷേ ഗവൺമെൻറ്റിന് ഒരിക്കലും ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. എന്ത് മുൻപേ ഇല്ലെങ്കിൽ അത് മുൻപോട്ട് പോകുമ്പോൾ ഉണ്ടാകാവുന്ന ഡിഫിക്കൽട്ടീസ് ഉണ്ട് ഒരു നിയമം നമ്മുടെ സൊസൈറ്റിയിൽ ഇറക്കി വിടുമ്പോൾ. അപ്പോൾ അത് ഫോഴ്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു ഏരിയാസിൽ, എസ്പെഷ്യലി പ്രൊസീജിയർ റിലേറ്റഡ് ഏരിയാസിലാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ അസ് മേ ബി പ്രിസ്ക്രൈബ് എന്ന് പറഞ്ഞ റൂൾസ്, നോട്ടിഫിക്കേഷൻ, സർക്കുലേഴ്സ് ഒക്കെ ഇറക്കാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഇട്ട് വെക്കുക നിയമത്തിൽ തന്നെ. ഏത് നിയമത്തിനാണെങ്കിലും, കമ്പനീസ് ആക്ടിനകത്ത് മാത്രം കേട്ടോ, ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഡിഫിക്കൽട്ടീസ് ഫോഴ്സ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുക. അപ്പോൾ ഇങ്ങനെ അവർ ഇട്ട് വെക്കും. അത് അസോഫ്നോ അവർ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവില്ല, അവർ ഇറക്കിയിട്ടുണ്ടാവില്ല, ആ നിയമം ആ റൂള് ഇറക്കിയിട്ടുണ്ടാവില്ല. ഭാവിയിൽ എപ്പോഴെങ്കിലും ആ ഒരു പ്രൊസീജിയർ ഡീറ്റെയിൽഡ് ആക്കണമെന്നോ ഇല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ക്ലാരിഫൈ ചെയ്യണമെന്നോ അങ്ങനെയെങ്കിലൊക്കെ വരുമ്പോഴാണ് നോട്ടിഫിക്കേഷൻ, സർക്കുലർ അല്ലെങ്കിൽ റൂൾസൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും നിയമത്തിൽ ഇങ്ങനെ കോംപ്ലിക്കേഷൻ വരുന്ന സാധ്യതയുള്ള ഏരിയാസിൽ ഇതുപോലെ ഒരു പ്രൊവിഷൻ ഇട്ട് വെക്കും. അത് ഒരു പക്ഷേ ആ ആക്ട് ഇറങ്ങിയ ഒരു 1 ഇയർ പീരീഡിനുള്ളിൽ തന്നെ ചിലപ്പോൾ ആ പ്രൊസീജിയർ ഡീറ്റെയിൽ ചെയ്ത് ചിലപ്പോൾ ഇറക്കാൻ സാധ്യതയുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നീട് ഭാവിയിൽ എപ്പോൾ വേണമെങ്കിലും ഗവൺമെൻറ് ഇറക്കാനുള്ള ഒരു എന്താ പറയുക അവകാശമുണ്ട് ബേസിക്കലി. അതാണ് ആ ഒരു അസ്മി പ്രിസ്ക്രൈബ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക. വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ കൂടി ഇതിനകത്ത് പഠിക്കാനുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇപ്പോൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്ത സെക്ഷൻ 3 വെച്ചിട്ടാണ്. 3 പറയും നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പോകെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഓരോ സെക്ഷൻ പഠിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. എനിവേ സ്റ്റാർട്ടിംഗ് വിത്ത് സെക്ഷൻ 3. സെക്ഷൻ 3 പറയുന്നു, subsection 1 says that a company may be formed for any lawful purpose by 7 or more persons where the company to be formed is to be a public company, 2 or more persons where the company to be formed is to be a private company, or 1 person where the company to be formed is to be 1-person company, that is to say a private company, by subscribing the names or his name to a memorandum and complying with the requirements of this act in respect of registration. എന്താണ് പറയുന്നതെന്ന് നോക്കാം. മറ്റൊന്നുമില്ല, സെക്ഷൻ 3 പറയുന്നു നമുക്ക് 3 തരം കമ്പനികൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും കമ്പനീസ് ആക്ടിന് കീഴിൽ. 3 തരം മെയിൻ കമ്പനികൾ. ഈ തരംതിരിക്കലിനെ നമ്മൾ ജനറലി തരംതിരിക്കുന്നതാണ് കേട്ടോ. നമ്മൾ വൺസ് അകത്തേക്ക് പോയി നോക്കുവാണെങ്കിൽ, ഞാനിപ്പോൾ ആ ഏരിയയിലേക്ക് പോകുന്നില്ല, പല ടൈപ്പ് ഓഫ് കമ്പനീസ് കാണാൻ പറ്റും. നോൺ ഗവൺമെൻറ് കമ്പനി, ഫോറിൻ കമ്പനി, സബ്സിഡറി ആണോ അതാണോ, നമ്മൾ അത്രയും വലിയ ഏരിയാസിലേക്കൊന്നും പോകുന്നില്ല. സോ നൗ ബേസിക് സംഭവങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞു പോകാം. ഫസ്റ്റ് കാറ്റഗറൈസേഷൻ, പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനി ആവണമെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റിക്വയർമെൻറ്റ് എന്നാണ് അതിനകത്ത് പറയുന്നത്. 7 or more പേഴ്സൺസ് അതിനകത്ത് എന്തായിരിക്കണം? മെമ്പേഴ്സ് ആയിരിക്കണം.
7 അതിൽ കൂടുതൽ വ്യക്തികളാണോ? അല്ല, പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്തും ഉൾപ്പെടാം, കമ്പനിയും ഉൾപ്പെടാം എന്ന് പറഞ്ഞു. സോ ഇൻഡിവിജ്വൽസ് മാത്രമായിരിക്കണം നിർബന്ധമില്ല. വേണമെങ്കിൽ ഒരു രജിസ്റ്റേർഡ് കമ്പനിക്കോ ഒരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിനോ വേണമെങ്കിൽ ഒരു കമ്പനിയിൽ എന്താകാം, മെമ്പർ ആവാം. അത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ മാത്രമല്ല കേട്ടോ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലും അങ്ങനെ തന്നെ. 1% കമ്പനിയിൽ അത് നമുക്ക് മുമ്പ് നോക്കാം. അപ്പോൾ ഇതിനകത്ത് മെയിൻ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ 7 or more persons മെമ്പേഴ്സ് ആയിരിക്കണം. സെക്കൻഡ് കാറ്റഗറി എന്തായിരുന്നു? ഒരു പ്രൈവറ്റ് കമ്പനി ആക്കാം. ഇതിനകത്ത് റിക്വയർമെന്റ് എന്താണ്? 2 or more persons മതി. ആൻഡ് തേർഡ് കാറ്റഗറി ഈസ് OPC, അല്ലെങ്കിൽ 1% കമ്പനി. ഇവിടെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് മെമ്പർ എന്ന് പറയുന്നത് ആരായിരിക്കും? ഒരു നാച്ചുറൽ പേഴ്സൺ ആയിരിക്കും. നാച്ചുറൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ തന്നെയായിരിക്കും. അവിടെ കമ്പനിക്കോ എൽഎൽപിക്കോ പോയിട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കണം ഇതിനകത്ത് മെമ്പറായിട്ട് വരേണ്ടത്. OPC എന്ന് പറഞ്ഞാൽ സിംഗിൾ പേഴ്സൺ മെമ്പറായിട്ട് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കമ്പനിയാണ് 1% കമ്പനി എന്ന് പറയുക. ഇതിനകത്ത് വേറെ റിക്വയർമെൻറ്റ് വരുന്നുണ്ട്. നോമിനിനെ പറ്റി നമുക്ക് ആഡ് ചെയ്ത് കാണിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നോമിനി എപ്പോഴാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിർബന്ധമായിട്ട് വേണം. എപ്പോഴാണ് നോമിനി കളത്തിലേക്ക് ഇറങ്ങുകയെന്ന് വെച്ചാൽ ഈ OPCയുടെ മെമ്പർ ഇപ്പം മരണപ്പെടുകയോ ഇല്ലെങ്കിൽ ഇൻസൈൻ ആകുകയോ ഇല്ലെങ്കിൽ അതായത് ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നോമിനി ഇതിനകത്ത് മെമ്പറായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നോമിനിയുടെ ഒരു റോൾ വരുന്നത്. നമുക്ക് മുമ്പിൽ ആ സബ്സെക്ഷൻസ് തന്നെ പറയുന്നുണ്ട്. ഇത് നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അതിനകത്ത് ബേസിക്കലി രണ്ട് തട്ടുണ്ട്. രണ്ട് തട്ടല്ല. അതിനകത്ത് ബേസിക്കലി ഒരു കമ്പനി ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയാണ് ഫസ്റ്റ് തിങ്. അതിനകത്ത് മെമ്പേഴ്സും ഉണ്ടാകും, അതുപോലെ തന്നെ ഡയറക്ടർ ബോർഡും ഉണ്ടാകും. മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ്, ബേസിക്കലി പറഞ്ഞാൽ ഓണേഴ്സ്. ഇനി ഇതിൻ്റെ മാനേജ്മെൻറ്റ് പക്ഷേ ഈ ഓണേഴ്സ് തന്നെ നോക്കണമെന്ന് നിർബന്ധമില്ല. ഓണേഴ്സിന് വേണമെങ്കിൽ ഓണർഷിപ്പും മാനേജ്മെൻറ്റും സെപ്പറേറ്റ് ആക്കി വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് ഈ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ. ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ മാനേജ്മെൻറ്റ് നോക്കുന്ന വ്യക്തികളെയാണ് ഈ ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഡയറക്ടേഴ്സും പേഴ്സൺ എന്നുള്ള ഈ സംഭവം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വേറെ ബാക്കി പറഞ്ഞാൽ കമ്പനിക്ക് ഡയറക്ടറായിട്ട് പറ്റത്തില്ല. കമ്പനിക്ക് ഡയറക്ടറായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ നാച്ചുറൽ പേഴ്സൺസ് തന്നെ വേണം. ഇനി ഒരു കമ്പനിക്ക് വേണമെങ്കിൽ നോമിനേറ്റ് ചെയ്തിട്ട് ഒരു വ്യക്തിയെ ഡയറക്ടറാക്കി വെക്കാൻ സാധിക്കും. അതിനുള്ള പ്രൊവിഷൻസ് നമ്മൾ മുമ്പേ പോകുമ്പോൾ കാണും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ ഓണേഴ്സ് ആരാ? മെമ്പേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ്. എങ്ങനെയാണ് മെമ്പേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആണ്? ബൈ സബ്സ്ക്രൈബിങ് ദർ നെയിം ടു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അതെവിടെ പറഞ്ഞേക്കണേ? സെക്ഷൻ 3. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സംഭവം. ഓക്കെ, ഇനി ഇവർക്ക് വേണമെങ്കിൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം. നമ്മൾ ഡയറക്ടേഴ്സ് ഇൻകോർപ്പറേഷൻ ടൈമിൽ തന്നെ അപ്പോയിൻമെൻറ്റ് കാണിക്കേണ്ടതുണ്ട്. കാരണം ഇനീഷ്യലി തന്നെ നമുക്ക് രണ്ട് ഡയറക്ടേഴ്സിനെ കാണിച്ചാലേ നമുക്ക് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. രണ്ട് ഡയറക്ടേഴ്സ് എവിടെ? പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കേസിൽ. പബ്ലിക് ലിമിറ്റഡ് കമ്പനീസിൻ്റെ കേസിൽ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എത്രയാണ്? 7 അല്ല 3. അത് നമ്മൾ മുമ്പേ വേറെ സെക്ഷനുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ എന്തായാലും കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഇപ്പോഴൊന്ന് പറഞ്ഞു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പറയുന്നത് മെമ്പേഴ്സിനെ പറ്റി സെക്ഷൻ 3-നകത്ത്. പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 7 നമ്പർ ഓഫ് പേഴ്സൺസ് മെമ്പേഴ്സ് ആയിരിക്കണം. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ മിനിമം 2 നമ്പർ ഓഫ് പേഴ്സൺസ് മെമ്പർ ആയിരിക്കണം. OPC ആണെങ്കിൽ ഒരേ ഒരു മെമ്പർ ആൻഡ് ദാറ്റ് ടു എ നാച്ചുറൽ പേഴ്സൺ. ഇതിനകത്ത് എല്ലാം തന്നെ ഡയറക്ടേഴ്സ് വരും. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ മിനിമം 2 ഡയറക്ടേഴ്സ് ഉണ്ടാവണം, കമ്പൾസറി ആണ്. പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ മിനിമം 3 ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കണം, അതും കമ്പൾസറി ആണ്. OPC ആണെങ്കിലോ ഒരു ഡയറക്ടർ ആണെങ്കിലും കുഴപ്പമില്ല, സിംഗിൾ ഡയറക്ടറായിട്ട് വെക്കാൻ സാധിക്കും. OPC ജനറലി ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ടാണ് കണക്കാക്കുക. പ്രൈവറ്റ് കമ്പനി ആയിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യാം. പക്ഷേ ഒരു ചെറിയ എക്സെപ്ഷൻ ഉള്ളത്, OPCക്ക് വേണമെങ്കിൽ സിംഗിൾ ഡയറക്ടറിനെ വെക്കാം. മാക്സിമം ലിമിറ്റ് ഉണ്ടോ? ഡെഫിനറ്റ്ലി മാക്സിമം ലിമിറ്റ് ഉണ്ട്. ഡയറക്ടർഷിപ്പിന് 15 ആണ് മാക്സിമം ലിമിറ്റ് വരിക. അത് നമുക്ക് കൂട്ടാനും സാധിക്കും. ആർട്ടിക്കിൾസിനകത്ത് പ്രോപ്പർ പ്രൊവിഷൻസ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെമ്പേഴ്സിൻ്റെ അപ്രൂവലോടെ നമുക്ക് അതിൽ കൂടുതൽ ഡയറക്ടേഴ്സിന് നമുക്ക് വെക്കാനായിട്ട് സാധിക്കും. മെമ്പേഴ്സിൻ്റെ അക്കൗണ്ടിൽ ലിമിറ്റ് ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. OPCക്ക് ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ പറ്റത്തില്ല. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കാണെങ്കിൽ 200 മെമ്പേഴ്സിൽ കൂടുതൽ സാധിക്കത്തില്ല. പബ്ലിക് കമ്പനിക്കാണെങ്കിൽ ലിമിറ്റ് പ്രത്യേകിച്ച് ഇല്ല. നമുക്ക് ഇതിനെപ്പറ്റിയും സെപ്പറേറ്റ് സെക്ഷൻസ് എല്ലാം പറയുന്നുണ്ട്. എന്നാലും ഞാനൊരു ബേസിക് ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ ആ ഒരു ജനറൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് തീർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്നാൽ മൂവിങ് ഫോർവേഡ് നമുക്ക് നോക്കാം സെക്ഷൻ 3-നകത്ത് ബാക്കി എന്തൊക്കെയാണ് പറയുന്നത്.
അപ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ പറഞ്ഞു, okay, so company may be formed with 7 or more persons in case of public company, 2 or more persons in case of private company, 1 person in case of 1 person company, that is to say private company, by subscribing their names or his name to a memorandum. Okay, thereafter section 3 the first proviso വരുന്നു. Proviso means provided എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസിലാണ് നമ്മൾ proviso എന്ന് പറയും. So first proviso to section 3 says that provided that memorandum of one person company shall indicate the name of the other person with his prior written consent in the prescribed form, who shall, in the event of subscriber's death or his incapacity to contract, become the member of the company, and the written consent of such person shall also be filed with the registrar at the time of incorporation of the OPC along with memorandum and articles. വേറെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഏരിയ തന്നെ, അതായത് OPC ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നോമിനിയുടെ പേര് നമ്മൾ ഡെഫിനറ്റ്ലി ഒരു വ്യക്തിയെ നമ്മൾ നോമിനേറ്റ് ചെയ്യുന്നത് കമ്പൽസറി ആണ്. അത് നമ്മൾ ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ്സ് ഫയൽ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നോമിനേഷനോട് ഇൻകോർപ്പറേഷൻ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല സോഫ് നൗ. എന്തായാലും മെയിൻലി വരുന്നത് സ്പൈസ് പ്ലസ് ഫോം ഉണ്ടാവും. അതുപോലെ സ്പൈസ് പ്ലസിനകത്ത് തന്നെ മെമ്മോറണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് സെപ്പറേറ്റ് സ്പൈസ് MON AOA എന്ന് പറയും. അതിലൂടെ അജൈൽ പ്രോ ആൻഡ് INC 9 എന്ന് പറയുന്ന ഡോക്യുമെന്റ്സ്. അതിനെപ്പറ്റി നിങ്ങൾ ഫസ്റ്റ് ഓഫ് നോ ഡോക്യുമെന്റ്സിൻ്റെ പേര് ഓർത്ത് വെക്കാനൊന്നും നോക്കേണ്ട ആവശ്യമില്ല. മുൻപേ പോകെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അത് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ കയറിക്കോളും. സോ ഈ ഡോക്യുമെന്റ്സ് ഫയൽ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ നോമിനിയുടെ റിട്ടേൺ കൺസെൻറ്റും കൂടി നമ്മൾ ഫയൽ ചെയ്യും ഈ ഡോക്യുമെന്റ്സിൻ്റെ കൂടെ തന്നെ. അങ്ങനെയാണ് നമ്മൾ നോമിനേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത പ്രൊവിഷനിൽ പറയുന്നു, പ്രൊവൈഡ് ഫർദർ ദാറ്റ് such other person may withdraw his consent in such manner as may be prescribed, provided also that the member of OPC may at any time change the name of such other person by giving notice in such manner as may be prescribed. നോമിനേറ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് കൺസെൻറ്റ് വിഡ്രോ ചെയ്യാനുള്ള പവറുണ്ട്. നോമിനേറ്റ് ചെയ്യുന്നത് ആരാണോ ആ വ്യക്തിക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ മാറ്റി വേറൊരു വ്യക്തിയെ നോമിനിയാക്കി വെക്കാനുള്ള പവറുണ്ട്. സോ അതിനും ഒരു പ്രിസ്ക്രൈബ് ഫോർമാറ്റ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് റൂൾസ് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് എക്സാംസിന് ആൻസർ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ സോഫ്റ്റ്വെയർ നമ്മൾ അതിൻ്റെ അകത്തേക്ക് അധികം പോകുന്നില്ല. സോ ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. ഇനി OPC സപ്പോസ് ഈ പറയുന്ന പോലെ നമ്മുടെ നോമിനെ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് ഒരു ഓൾട്രേഷൻ നടക്കും. നോമിനിയുടെ പേര് മാറ്റപ്പെടും. പക്ഷേ ആ ഒരു ഓൾട്രേഷൻ ഷാൽ നോട്ട് ബി ഡീംഡ് ടു ബി ആൻ ഓൾട്രേഷൻ ഓഫ് മെമ്മോറാണ്ടം. കാരണം മെമ്മോറാണ്ടം ഓൾട്ടർ ചെയ്യണമെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ നമുക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. അത് നമ്മൾ വരുന്ന സെക്ഷനുകളിൽ നമ്മൾ പഠിക്കും. ഈ ചാപ്റ്റർ തന്നെയുള്ള സെക്ഷൻസാണ് വരുന്ന സെക്ഷനുകൾ നമ്മൾ പഠിക്കും. അപ്പോൾ അത് ആക്ച്വൽ മെമ്മോറാണ്ടം ഓൾട്രേഷൻ്റെ സമയത്ത് മാത്രമാണ്. മെമ്മോറാണ്ടം അത് കുറേ ക്ലോസുകളുണ്ട്. നെയിം ക്ലോസ് ഉണ്ടാവും, നമ്മുടെ സിറ്റുവേഷൻ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ ക്ലോസ് ഉണ്ടാവും, ഒബ്ജക്ട് ക്ലോസ് ഉണ്ടാവും, അപ്പോൾ ലയബിലിറ്റി ക്ലോസ് ഉണ്ടാവും, കുറച്ച് ക്ലോസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഏത് ചേഞ്ച് OPCയുടെ കേസിൽ നോമിനിയുടെ പേര് മാറ്റുന്നതിലൂടെ മെമ്മോറാണ്ടത്തിൽ വരുന്ന ഒരു ചേഞ്ച് ദാറ്റ് ഷാൽ നോട്ട് ബി ഡീംഡ് ടു ബി ആൻ ഓൾട്രേഷൻ ഓഫ് മെമ്മോറാണ്ടം. അത് ഒരു ഓൾട്രേഷൻ ഓഫ് മെമ്മോറാണ്ടമായിട്ട് നമ്മൾ കണക്കാക്കത്തില്ല എന്നാണ് പറയുന്നത്. Now, subsection 2 says that a company formed under subsection 1 may be either a company limited by shares, company limited by guarantee or unlimited company. വേറെ ഒന്നുമില്ല. കമ്പനി ലിമിറ്റഡ് എന്താണ്? ക്യാപിറ്റൽ എന്താണ്? ബേസിക്കലി മൂലധനം. കമ്പനി ഒന്നില്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ക്യാപിറ്റൽ ആയിരിക്കും, ഇല്ലെങ്കിൽ ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആയിരിക്കും, ഇല്ലെങ്കിൽ അൺലിമിറ്റഡ് കമ്പനി ആയിരിക്കും. ലിമിറ്റഡ് ബൈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എത്രത്തോളം ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഇൻകോർപ്പറേഷൻ ടൈമിൽ നമ്മൾ അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ടോ ആ ഒരു എക്സ്റ്റെൻറ്റിൽ മാത്രമാണ് നമ്മുടെ ബാധ്യത നിലനിൽക്കുള്ളൂ. അത്രയും മാത്രമാണ് നമ്മുടെ ബാധ്യത ഉണ്ടാവുകയുള്ളൂ. ഗ്യാരണ്ടി വഴി ലിമിറ്റ് ചെയ്യപ്പെട്ട കമ്പനിയാണെങ്കിലോ ഇൻകോർപ്പറേഷൻ ടൈമിൽ അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് അല്ല, അതിൻ്റെ മെമ്പേഴ്സ് ബേസിക്കലി പറയും ഇത്ര എമൗണ്ട് വരെ ഞങ്ങൾ ഗ്യാരണ്ടി ചെയ്യുന്നു. കമ്പനിക്ക് എന്തെങ്കിലും വരികയാണെങ്കിൽ ഇത്ര എമൗണ്ട് വരെ നമ്മൾ ഗ്യാരണ്ടി ചെയ്യും. ആ ഗ്യാരണ്ടീഡ് സമ്മിന് മാത്രമായിരിക്കും എന്തുണ്ടാവുക? ലയബിലിറ്റി ഉണ്ടാവുക. അതിനപ്പുറത്തേക്കോ ലയബിലിറ്റി ഉണ്ടാവത്തില്ല. അൺലിമിറ്റഡ് കമ്പനിയാണെങ്കിലും ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും. സോ ദിസ് വാസ് ഓൾ അബൌട്ട് സെക്ഷൻ 3. നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ എന്തായാലും സെക്ഷൻ 3A തൊട്ട് മുമ്പോട്ട് നമ്മൾ കാണുന്നതായിരിക്കും. എന്തായാലും സ്റ്റാർട്ടിങ് ഇച്ചിരി സ്ലോ ആയിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് പോകെ നമുക്ക് സ്പീഡ് കൂട്ടി വരാം. എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചെറിയ റിവിഷനോടുകൂടെ സ്റ്റാർട്ട് ചെയ്യാം സെക്ഷൻ 3. ഇപ്പോൾ നമ്മൾ അറൗണ്ട് 20 മിനിറ്റ്സിൽ കവർ ചെയ്ത പോർഷൻസ് നമുക്ക് വിത്തിൻ എ സ്പാൻ ഓഫ് 2 or 3 മിനിറ്റ്സ് നമുക്ക് കവർ ചെയ്തിട്ട് സെക്ഷൻ 3A പോകാം. സോ ദാറ്റ് നിങ്ങൾക്കൊരു റിവിഷനും കൂടിയാവും. എനിവേ, ഇപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. CS എക്സിക്യൂട്ടീവ് ആൻഡ് പ്രൊഫഷണൽ സ്റ്റുഡൻസിന്
എസ്പെഷ്യലി ഡെഫിനറ്റ്ലി മലയാളം സ്റ്റുഡൻസിനെയാണ് നമ്മൾ എയിം ചെയ്യുക. മലയാളത്തിലാണ് ക്ലാസ്, അതുകൊണ്ട് തന്നെ. അപ്പോൾ അണ്ടിൽ അവർ നെക്സ്റ്റ് വീഡിയോ,